ഹായ്, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ പല ഭാഗത്ത് നടന്നിട്ടുള്ള കൊലപാതകങ്ങൾ, കമ്മ്യൂണിസ്റ്റുകാരുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള കൊലപാതകങ്ങളെ പറ്റിയിട്ട് കമ്മ്യൂണിസ്റ്റുകാർ തന്നെ തുറന്ന പറച്ചിലുകൾ നടത്തി വരികയാണ്. അങ്ങനെ വന്ന തുറന്ന പറച്ചിലുകൾ നമുക്കൊന്ന് പരിശോധിക്കണം. അത് ഇവന്മാരുടെ ക്രെഡിബിലിറ്റിയോ ഇന്റഗ്രിറ്റിയോ പരിശോധിക്കാൻ വേണ്ടിയല്ല. നമ്മളുടെ പൊതുസമൂഹത്തിനെ ഇതൊക്കെ എങ്ങനെ ബാധിക്കുന്നു, നമ്മളെ പൊതുജനങ്ങളെ ഇതെങ്ങനെ തകർക്കുന്നു എന്നാണ് നമ്മൾ അറിയേണ്ടത്. നമുക്കാദ്യം എവിടുന്ന് തുടങ്ങണം എന്നാണ് ചിന്ത. കാര്യം ഒട്ടനവധി കഥകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് തോട്ടപ്പള്ളിയിൽ നിന്ന് കാണാതായ സജീവനിൽ നിന്ന് തുടങ്ങാം. തോട്ടപ്പള്ളിയിൽ നിന്ന് കാണാതായ സജീവനെ പറ്റിയിട്ട് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിന്റെ തുടർ നടപടിയുടെ ഭാഗമായിട്ട് ഈ കാണാതാകുന്നതിന് തൊട്ട് മുൻപ് സജീവനെ ഓട്ടോയിൽ കയറ്റിക്കൊണ്ടുവന്ന് തോട്ടപ്പള്ളി ജംഗ്ഷനിൽ ഇറക്കിവിട്ട ഓട്ടോ ഡ്രൈവറായ ഒരു രാജീവനെ പറ്റിയിട്ട് നമ്മൾ അറിയണം. ഒരുപക്ഷെ ഈ രാജീവന് CPM-കാരനാകാം, എനിക്കറിയില്ല, ഞാനത് അന്വേഷിച്ചിട്ടില്ല. രാജീവന്റെ രാഷ്ട്രീയം എന്താണെന്ന് ഞാൻ അന്വേഷിച്ചില്ല, അതെന്റെ ആവശ്യമല്ലാത്തതുകൊണ്ടാണ്. അങ്ങനെ ഈ രാജീവൻ സജീവനെ തോട്ടപ്പള്ളി ജംഗ്ഷനിൽ കൊണ്ടുവന്ന് ഇറക്കി വിട്ട് വണ്ടിക്കൂലിയായി കൊടുത്ത 10 രൂപയും വാങ്ങിപ്പോയ ഈ രാജീവൻ അന്ന് മുതൽ നേരിടുന്ന ഭീഷണി, അന്ന് മുതൽ നേരിടുന്ന പോലീസിന്റെ ക്രൂരമായ അക്രമങ്ങൾ, സജീവനെ കൊണ്ട് ഈ മൊഴി മാറ്റി പറയിക്കാൻ വേണ്ടി അമ്പലപ്പുഴ പോലീസിന് എന്താണ് ഇത്ര തിടുക്കം, എന്താണ് ഇത്ര താല്പര്യം, അവർക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന CPM-കാർ ആരൊക്കെയാണ്? ഇത് ആ നാട്ടിലെ ഒരു വ്യക്തികളും ഇന്നേ വരെ അന്വേഷിച്ചിട്ടില്ല. സജീവൻ മാഞ്ഞു പോയതിൽ ഭയപ്പാടുള്ള വ്യക്തി തന്നെയാണ് രാജീവൻ. കാര്യം നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ ഈ തീരദേശ മേഖലകളിലൊക്കെ അടക്കി വാഴുന്ന കമ്മ്യൂണിസ്റ്റുകൾ ഇവന്മാര് ആരെ എപ്പം മായിച്ചു കളയും എന്ന കാര്യത്തില് എല്ലാവർക്കും ഭയമാണ്. അങ്ങനെ സജീവനെ കാണാതായ 2.5 കൊല്ലമായിട്ട് നിരവധി തവണ അമ്പലപ്പുഴ പോലീസ് കൃത്യമായ സാക്ഷിയായ ഈ രാജീവനെ സമയാസമയങ്ങളിൽ വന്ന് പൊക്കിക്കൊണ്ടു പോവുക, ക്രൂരമായി മർദ്ദിക്കുക, എന്നിട്ട് മൊഴി മാറ്റി പറയാൻ പ്രേരിപ്പിക്കുക എന്ന് പറയുന്ന ക്രിമിനൽ കുറ്റമാണ് അമ്പലപ്പുഴ പോലീസ് അന്നും ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം രാജീവനോട് ചോദിച്ചു, രാജീവ എനിക്കൊരു ഇന്റർവ്യൂ തരുമോ എന്ന് ചോദിച്ചു. അപ്പൊ രാജീവൻ എനിക്ക് തന്നൊരു മറുപടി ഉണ്ട്. ഞാനൊരു ഇന്റർവ്യൂ തന്നാൽ അത് നിങ്ങൾ 4 പേര് കണ്ടാൽ അതുകൊണ്ട് എനിക്ക് കിട്ടിയ തല്ലൊക്കെ തിരിച്ചു പോകുമോ, അല്ലെ മാഞ്ഞു പോകുമോ എന്ന്. ശരിക്കും രാജീവന്റെ ആ ചോദ്യത്തിന് മറുപടി പറയേണ്ട ബാധ്യത എനിക്കില്ല. കാര്യം രാജീവനെ ആക്രമിക്കാൻ എന്റെ പ്രേരണ ഉണ്ടായിട്ടില്ല, ആക്രമിക്കാൻ ഞാൻ കൂട്ടുനിന്നിട്ടില്ല. അപ്പൊ അതിന് മറുപടി പറയേണ്ടത് ഞാനല്ല, ആലപ്പുഴ ജില്ലയിലെ CPM നേതാക്കന്മാരാണ് പറയേണ്ടത്. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒട്ടനവധി കൊലപാതക കേസുകളിൽ CPM-ന്റെ ക്രിമിനൽസ്, മഫിയകൾ ഇത്തരം സാക്ഷികളെ ഭീഷണിപ്പെടുത്തിയും ഭയപ്പെടുത്തിയും നമ്മളുടെ നിയമ സംവിധാനത്തിലെ ചോദ്യം ചെയ്ത് ആണ് ഇവന്മാര് അടക്കി വാണ് മഫിയ രാജാക്കന്മാരായി മാറിയിട്ടുള്ളത്. അത് ഏത് വലിയ നേതാവിനെ പരിശോധിച്ചാലും നമുക്ക് കണ്ടെത്താൻ കഴിയും. പഴയകാല കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ ഒഴിവാക്കിയാൽ മതി. ബാക്കി പുതിയ കാല ആധുനിക കമ്മ്യൂണിസ്റ്റുകളെ ഏതവനെ പരിശോധിച്ചാലും ഇവന്റെ എല്ലാം പിന്നിൽ ഒരുപാട് കൊലപാതക ചരിത്രങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. നാട്ടിലെ നിയമ സംവിധാനം പരിശോധിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് പോലീസിനെ വിശ്വസിച്ചുകൂടാ. ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നമുക്ക് ഒരു തരത്തിലും വിശ്വസിക്കാൻ പാടില്ല. പക്ഷേ നമ്മുടെ നാട്ടിലെ കോടതികളെ നമ്മൾ വിശ്വസിക്കണം, ഹൈക്കോടതികളെയൊക്കെ നമ്മൾ വിശ്വസിക്കണം. പക്ഷെ ഇവരുടെ മുമ്പിൽ ഇത്തരം കേസുകളിൽ ചെല്ലാത്തതുകൊണ്ടാണോ എന്തോ ഈ വിഷയത്തിലൊന്നും ആരും ഇടപെട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇപ്പം സജീവനെ കൊണ്ടിറക്കി വിട്ട രാജീവൻ കൃത്യമായി പറയുന്നുണ്ട്. അയാൾ ഇന്നലെ ഞാൻ ഫോണിൽ സംസാരിക്കുമ്പോഴേ എന്നോട് പറഞ്ഞു, ഞാൻ എന്റെ വണ്ടിയെ കൊണ്ടുവന്ന് ഇവിടെ ഇറക്കി വിട്ടു എന്നുള്ളത്
ഞാൻ എക്കാലത്തും മൊഴിയായിട്ട് പറയും, എവിടെയും പറയും, സത്യസന്ധമായിട്ട് തന്നെ പറയും. പക്ഷേ അയാൾക്ക് നമ്മുടെ ക്യാമറയുടെ മുമ്പിൽ വരാൻ താല്പര്യമില്ല, ഭയപ്പാടുകൊണ്ടാകും. നമ്മുടെ ക്യാമറയ്ക്ക് മുമ്പിൽ വന്നാൽ അയാൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അയാൾ ഇനിയും ക്രൂര പീഡനങ്ങൾ. കാര്യം ഈ കമ്മ്യൂണിസ്റ്റുകാർ അവരുടെ സഹാക്കളെ കൊണ്ട് പീഡിപ്പിക്കാൻ കഴിയുന്നില്ല, മർദ്ദിക്കാൻ കഴിയുന്നില്ല, കൊലപ്പെടുത്താൻ കഴിയുന്നില്ലെങ്കിൽ പോലീസിനെ ദുരുപയോഗം ചെയ്താണ് ആക്രമിക്കുന്നത്. അതിനൊക്കെ കൂട്ടു നിൽക്കുന്ന പോലീസുകാരും. അപ്പൊ പിന്നെ അത് ഭദ്രമായില്ലേ, അതങ്ങനെ ഇരിക്കട്ടെ. ഇനി നമുക്ക് 21 വർഷം മുൻപ് കൊല ചെയ്യപ്പെട്ട സത്യനെ പറ്റി അന്വേഷിക്കാം. INTUC നേതാവായിരുന്ന സത്യൻ, അവിടുത്തെ ഒരു തെരഞ്ഞെടുപ്പിൽ ജി സുധാകരൻ തോറ്റുപോയത് ഈ സത്യന്റെ ഇടപെടൽ മൂലമായിരുന്നു എന്നും ഒക്കെയാണ് ഒരു കണ്ടെത്തല്. അതിന്റെ ഭാഗമായിട്ട് നടന്ന കൊലപാതകമായിരുന്നു ഈ സത്യന്റെ കൊലപാതകം. സത്യന്റെ കൊലപാതകം നടന്നപ്പം അതിനകത്ത് നമ്മുടെ നാട്ടിലെ നടപടിയാണ് നമ്മുടെ നാട്ടിൽ CPM-കാർ നടത്തുന്ന കൊലകൾക്ക് ലിസ്റ്റ് എഴുതി കൊടുക്കുകയാണ് ചെയ്യുന്ന പ്രതികളുടെ. അല്ലാതെ പോലീസ് അന്വേഷിച്ച കൃത്യമായ സാക്ഷികളോ കൃത്യമായ പ്രതികളോ ഒന്നും കണ്ടെത്താറില്ല. CPM-ന്റെ ഓഫീസിൽ നിന്ന് കൊടുക്കുന്ന ലിസ്റ്റ് പ്രകാരമാണ് പോലീസ് പ്രതികളാക്കി ആൾക്കാരെ ജയിലിൽ അയക്കുന്നത്. പക്ഷെ അങ്ങനെ അയച്ച ഒരു പ്രതി തന്റെ 19-ാമത്തെ വയസ്സിൽ തന്നെ ഇങ്ങനെ കള്ളക്കേസിൽ കുടുക്കി 65 ദിവസം ജയിലിലടച്ചു ഈ കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം തുറന്നു പറയുകയുണ്ടായി. ഒരു വക്കീൽ കൂടിയായ അദ്ദേഹം, തൽക്കാലം അദ്ദേഹത്തിന്റെ പേര് ഇവിടെ പറയുന്നില്ല, അദ്ദേഹം കഴിഞ്ഞ ദിവസം സംസ്ഥാന കമ്മ്യൂണിസ്റ്റ് കൊണാണ്ടർക്ക് അയച്ച കത്ത് പുറത്തു വന്നു കഴിഞ്ഞു. ഈ പുറത്തു വന്ന കത്തിനകത്ത് അയാൾ ഇതൊക്കെ കഥകൾ ധാരധാരയായി എഴുതി വെച്ചിട്ടുണ്ട്, അട്ടിയായി എഴുതി വെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, കായംകുളം ഏരിയ കമ്മിറ്റിയിൽ നിന്ന് 2 പേര് രാജിവെച്ചത് ഒക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് റിലേറ്റഡ് ആണ്. പക്ഷെ ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഈ പുറത്താക്കപ്പെട്ട വക്കീൽ അഥവാ 19-ാമത്തെ വയസ്സിൽ പ്രതി ചേർക്കപ്പെട്ട വക്കീൽ, അയാളുടെ കുടുംബാംഗങ്ങള് സജീവ കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വെളിച്ചമാകുന്നത്. ഈ വക്കീലിന്റെ അമ്മ ശ്രീമതി പ്രസന്നകുമാരി കഴിഞ്ഞ ദിവസം കായംകുളം ഏരിയ കമ്മിറ്റിയിൽ നിന്ന് രാജിവെച്ചു. അപ്പം വേറൊരാളോട് രാജിവെച്ചിട്ടുണ്ട്. ഈ രാജിവെച്ചതിന്റെ പുറകെയാണ് ഈ വക്കീലിന്റെ തുറന്നു പറച്ചിൽ വന്നത്. വക്കീലിന്റെ തുറന്നു പറച്ചിൽ നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ ഉയരുന്ന ഒരു ചോദ്യമുണ്ട്, ആരാണ് യഥാർത്ഥ പ്രതികള്? ആ യഥാർത്ഥ പ്രതികളെ ആരാണ് മറച്ചു വെച്ചിരിക്കുന്നത്? എന്തായാലും ജി സുധാകരനെ പോലുള്ള ഒരു സഖാവിന് ഇത്തരം കൊലപാതകത്തിൽ കൂട്ടു നിൽക്കേണ്ട ആവശ്യമുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. സജീവന്റെ കൊലപാതകത്തിലും ഒരു പ്രാവശ്യം അന്വേഷിച്ച് ഈ ജി സുധാകരൻ പോയിരുന്നു. നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ പലരെയും കുതികാല് വെട്ടിയും കഴുത്ത് വെട്ടിയും പീഡിപ്പിച്ചും മർദ്ദിച്ചും ഒഴിവാക്കിയും ഒക്കെയാണ് ഓരോരുത്തന്മാര് സമയാസമയങ്ങളിൽ നേതാക്കന്മാരായി മുകളിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ആലപ്പുഴ ജില്ലയിലെ പല നേതാക്കന്മാരുടെ പേരുകളും പല വിഷയങ്ങളിലും എന്റെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ തൽക്കാലം ആരുടെയും പേരൊന്നും എടുത്ത് തുറന്നു പറയുന്നില്ല. അതൊക്കെ പറയാൻ ഇനി അവസരം കിടപ്പുണ്ട് ഇഷ്ടം പോലെ. പക്ഷേ ഈ മഫിയ കമ്മ്യൂണിസ്റ്റുകളുടെ ഇടയിൽ ആലപ്പുഴ ജില്ലയെ പൂർണ്ണമായിട്ട് ഒറ്റിക്കൊടുത്ത് മുച്ചൂട് ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കമ്മ്യൂണിസ്റ്റുകാരാണ്, കൂട്ടിക്കൊടുപ്പുകാരാണ്. ഇവന്മാരെ നമ്മൾ ഇങ്ങനെ മുൻപോട്ട് കൊണ്ടുപോയാൽ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിന്റെ മണ്ണ് നമ്മൾ തന്നെ വാരി മാറ്റുന്നതിന് തുല്യമാണ്. നമ്മൾ പാതാളത്തിലേക്ക് താഴ്ന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം.
ഞാൻ എന്റെ നാട്ടിലെ കഥകൾ, എന്റെ ജീവചരിത്ര കഥകൾ പറഞ്ഞപ്പം എന്നെ കൊലപ്പെടുത്താൻ 2 പ്രാവശ്യം ആളിനെ അയച്ച ചെങ്ങന്നൂരിലെ പ്രമുഖ നേതാവ്, നിങ്ങൾ എത്ര പേര് അന്വേഷിച്ച് കാണും? അവന്റെ പിന്നാമ്പുറങ്ങൾ നിങ്ങൾ ആരും അന്വേഷിക്കില്ല. നിങ്ങൾ കഥകൾ കേട്ട് ഇതിലെ വിടുന്ന സ്വഭാവക്കാരായതുകൊണ്ട് നിങ്ങൾക്കിത് ബാധകമല്ലെന്നാണ് നിങ്ങൾ കരുതുന്നത്. പക്ഷേ നിങ്ങളുടെ വീട്ടിൽ സംഭവിക്കുമ്പോഴാണ് നിങ്ങൾ കടന്ന് നെട്ടോട്ട് ഓടുന്നത്. ഉദാഹരണമായി 2 കഥ പറയാം. എന്റെ നാട്ടിലെ ഈ CPM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ടിരുന്ന ഒരുത്തന്റെ ഭാര്യയുടെ അമ്മ മൃതപ്രായയായി ചാകാൻ കിടന്ന സമയത്ത് വലിയ മുഴുത്ത പാലിയേറ്റീവ് കെയർ യൂണിറ്റുകൾ എങ്ങനെയും ഉണ്ടായിട്ടും ഈ സ്ത്രീയെ ഒന്ന് കുളിപ്പിക്കാനോ അവരെ ഇവിടെ വസ്ത്രം മാറാനോ പോലും ഒരുത്തനും ഇല്ലാഞ്ഞിട്ട്, എന്തിന് ഈവൻ ഒരു ഫോട്ടോ എടുക്കാൻ പോലും ഒരുത്തനും എത്താതിരുന്ന സമയത്ത് ഈ പാവക്കാരനാണെ പോയി ഇതൊക്കെ ചെയ്തു കൊടുത്തിട്ടുള്ളത്. ആ ബ്രാഞ്ച് കൊണാണ്ടറൊക്കെ അങ്ങ് ചത്തുകെട്ടുപോയി. ബ്രാഞ്ച് കൊണാണ്ടർ ചത്തുകെട്ടുപോയി കഴിഞ്ഞപ്പം ഈ കഴിഞ്ഞ കാലത്ത് ബ്രാഞ്ച് കൊണാണ്ടറുടെ ഭാര്യ എന്നെ വിളിച്ചിരിക്കുന്നു, ഫോൺ ചെയ്തിരിക്കുന്നത്. എന്താ അത്, എന്റെ വീടിന്റെ 4 വശം ഇനി മണ്ണെടുക്കുന്ന ഓരോരുത്തര്, അതൊന്ന് തടയണം. ഞാൻ പറഞ്ഞു നിങ്ങളുടെ നേതാക്കന്മാരോട് പോയി പറ, ഇല്ലെങ്കിൽ അനുഭവിച്ചോളാൻ പറഞ്ഞു. അതല്ലയോ പറയേണ്ടത്? 1. 2, ഞങ്ങളുടെ പഞ്ചായത്ത് മെമ്പറായിട്ടിരുന്ന ഒരുത്തി സമീപ വാർഡിലെ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച സമയത്ത്, മന്ദബുദ്ധിയായി കിടന്ന ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച സമയത്ത് ആ പ്രശ്നം ഉണ്ടായപ്പം ആ സ്ത്രീ പറഞ്ഞതാണ്, എന്തായാലും സംഭവിച്ചില്ലയോ, ഇനിയിപ്പൊ കണ്ടില്ലെന്നങ്ങ് നടിക്ക് പോട്ടെന്ന്. പക്ഷെ അവൾക്ക് അനുഭവം ഉണ്ടായി, അവൾക്ക് എന്റെ കാൽ ചവിട്ടി വരേണ്ടി വന്ന്. അതാണ് കാലനീതി എന്ന് പറയുന്നത്. അതൊരു ഒടുക്കത്തെ നീതി തന്നെയാണ്. എന്ന് പറഞ്ഞ മാതിരി നമ്മളുടെ ആലപ്പുഴ ജില്ലയിലെ ഓരോരോ വമ്പൻ നേതാക്കന്മാരുടെ ചെയ്തികളെ പറ്റി, ക്രൂരകൃത്യങ്ങളെ പറ്റി, വീരഗാഥകളെ പറ്റി അവന്മാരുടെ പാർട്ടിയിലെ തന്നെ നേതാക്കന്മാര് മുന്നോട്ട് വരുമ്പോ നമ്മൾ അവരെ സ്വാഗതം ചെയ്യണം. അവർക്ക് പറയാനുള്ളത് കേൾക്കാനും അത് പകർത്തി നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാനും ഞാൻ എന്നും മുന്നേ കാണും. ഞാൻ ഈ മുൻപ് പറഞ്ഞ വക്കീല് അഡ്വക്കേറ്റ് വിപിൻ ബാബു, ഞാൻ ഇന്നലെ ഫോണിൽ സംസാരിച്ചു. കൂടുതൽ വിവരങ്ങൾ കിട്ടിയതിന് ശേഷം, കുറച്ചൊക്കെ കിട്ടി, ഇനിയും കിട്ടാനുള്ളതോടെ കിട്ടിയിട്ട് ആ വിഷയം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം. ഈ വിപിൻ ബാബു, അഡ്വക്കേറ്റ് വിപിൻ ബാബു കൊലപാതക കേസിൽ 19ാമത്തെ വയസ്സിൽ പ്രതി ചേർക്കപ്പെട്ടപ്പോൾ എത്ര മ്ലേച്ഛമാണ്. അയാളുടെ മാതാപിതാക്കൾ വരെ ഈ പാർട്ടിയുടെ സജീവ പ്രവർത്തകരായിരുന്നു. എന്നിട്ടാണ് സ്വന്തം അമ്മയുടെ കൂടി അറിവോടുകൂടിയാണോ ഈ കൊച്ചു പയ്യനെ ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ടത്. CPM-ന്റെ അങ്ങനെ ഒരു നയമുണ്ട്. നാട്ടിലെ സാധാരണക്കാരെ കള്ളക്കേസുകളിൽപ്പെടുത്തി ദുരിതം വരുന്ന ഉടനെ അവരേതെങ്കിലും ഒരു ഊള നേതാവിന്റെ കീഴിൽ ചെന്ന് കഴിയുന്നുണ്ടെങ്കിൽ നേതാവ് നിന്നെ ഇനി ഞങ്ങളുടെ കൂടെ നിന്നോ, ഞങ്ങൾ വേണ്ടതൊക്കെ ചെയ്തോളാം. അങ്ങനെ കൊണ്ടു നടന്നാണ് കള്ളക്കേസുകളിൽ കൂടുതൽ കേസുകളിൽപ്പെടുത്തി അവരുടെ ജീവിതം കോഞ്ഞാട്ടയാക്കുന്നത്. നിങ്ങൾക്കറിയണോ, ആലപ്പുഴ ജില്ലയിൽ ചെങ്ങന്നൂർ താലൂക്കില് മുളക്കഴ എന്ന് പറയുന്ന ഒരു സാമ്രാജ്യമുണ്ട്. കമ്മ്യൂണിസ്റ്റുകാർ വർഷങ്ങളായിട്ട് അടക്കി വാഴുന്ന മുളക്കഴ പഞ്ചായത്ത്. ഈ മുളക്കഴ പഞ്ചായത്തിൽ നടന്നിട്ടുള്ള ഒരുപാട് ക്രൂരകൃത്യങ്ങൾ എന്റെ കയ്യിൽ ഇരിപ്പുണ്ട് തെളിവുകളായിട്ട്. സമയം വരട്ടെ, ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഇട്ടു തരാം. പക്ഷേ നിങ്ങൾ ഇതൊക്കെ കേൾക്കാനും ചുമ്മാ കേട്ട് ഇതിലെ കളയുന്നതിന് പകരം നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾ ഈ പ്രാവശ്യം വോട്ട് ചെയ്യാൻ പോകുന്നതിന് മുൻപ് ചിന്തിക്കണം. ഇവന്മാർക്കൊക്കെ വോട്ട് കൊടുത്ത് ഇവന്മാരുടെ സാമ്രാജ്യം നിലനിർത്താൻ നിങ്ങൾ കരുവാകണോ എന്ന് ചിന്തിച്ച് വേണം വോട്ട് ചെയ്യാൻ. അപ്പൊ ശരി.